ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെയാണ് ഭീമ ജ്വല്ലേഴ്സ് ശബരിമലയിലെ തീർത്ഥാടകർക്ക് വേണ്ടി ഒരു ആംബുലൻസ് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം എടുത്തത്. ഒരു ഗവൺമെന്റ് ഉത്തരവാണ്. അതിന്റെ ഭാഗമായിട്ട് ആംബുലൻസ് കൈമാറുമ്പോൾ ആ വേദിയിൽ മുഖ്യമന്ത്രി വരുന്നു, ആംബുലൻസ് കൈമാറുന്നു, അതിനുശേഷം കാറിലേക്ക് കയറി പോകുന്നു. പോറ്റിയോട് വരെ മാറി നിൽക്കാൻ പറഞ്ഞ് പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിലെ പല ഫോട്ടോയും എടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം 1-2 മാസം നടത്തി. പക്ഷെ പിന്നീട് അതിനുശേഷം യഥാർത്ഥ വീഡിയോ പുറത്തു വന്നപ്പോഴാണ് നമുക്ക് വസ്തുതകൾ മനസ്സിലായത്. അപ്പോൾ പല ഘട്ടത്തിലും അടൂർ പ്രകാശ് പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയുമായി ഈ ആംബുലൻസ് കൈമാറുന്ന ആ ചടങ്ങിന് ശേഷമാണ് ഞങ്ങൾ സോണിയാഗാന്ധിയെ കണ്ടത് എന്ന രൂപത്തിൽ പ്രസ്താവിച്ചു. എന്നാൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താക്കൾ പറഞ്ഞു 2014 മുമ്പാണ് ഈ സംഭവം നടന്നതെന്ന് പറഞ്ഞു. ചില ആളുകൾ അത് 2014 ശേഷം. അപ്പോൾ ഒരു 10-11 വർഷത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രസ്താവന. ഏതായാലും ഒരു ഔദ്യോഗിക ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു, ഭീമ ജ്വല്ലേഴ്സിൽ നിന്ന് ഏറ്റുവാങ്ങി ശബരിമലയ്ക്ക് കൈമാറുന്നു. ഗവൺമെന്റ് ഉത്തരവിനെ തുടർന്ന് തന്നെയാണ് അത്തരത്തിലൊരു കൈമാറ്റം ഉണ്ടായത്. ആ ഒരു ചിത്രം വെച്ചിട്ട് ഒരിക്കലും ഒരു സ്വകാര്യ ചടങ്ങിൽ ഇത്രയും ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ള ഹേമന്ത വിശ്വ ശർമ്മയും കരുണാകരൻ അടക്കം കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകാൻ കാരണമായത് സോണിയാഗാന്ധി ഒന്ന് മുഖം കാണാൻ അനുവദിക്കാത്തത് കൊണ്ട് തന്നെയാണ്. എത്രയോ നേതാക്കന്മാർക്ക് ആ അനുഭവമുണ്ട്. അപ്പൊ ഇസഡ് കാറ്റഗറിയുള്ള ഒരു നമ്പർ 10 ജനപതിൽ പോയി 2 തവണ കാണുക, കയ്യിൽ എന്തോ കെട്ടിച്ചു കൊടുക്കുക, വലിയ പൊതി കൊടുക്കുക. ആ പൊതിയിൽ എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. അത്തരം ഒരു സാഹചര്യം ഉള്ളപ്പോ വലിയധികം അതെ 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 ഈന്തപ്പഴം പോറ്റി ശബരിമലയുടെ ഉള്ളിൽ നിന്ന് ഈന്തപ്പഴം കൊണ്ടേ കൊടുക്കണമെങ്കിൽ എന്തായാലും കാട്ടിൽ ഈന്തപ്പഴം ഇല്ല. അപ്പൊ അതൊക്കെ അത്തരത്തിൽ ഈന്തപ്പഴം കൊടുത്ത് സോപ്പിടണമെങ്കിൽ എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം, ഡീല് എന്നൊക്കെ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. അപ്പൊ ജനങ്ങളെ കബളിപ്പിക്കാൻ ഇന്ന് പറയുന്ന നുണ നാളെ മാറ്റി പറഞ്ഞ് വീണ്ടും നുണ പറയുന്ന ഒരു സാഹചര്യം വി ഡി സതീശനും അടൂർ പ്രകാശൊക്കെ കുറച്ച് നാളായിട്ട് തുടരുകയാണ്. പക്ഷെ അത് SITയുടെ മുന്നിൽ വിലപ്പോകുമെന്ന് ഇപ്പൊ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അന്വേഷണം അത്ര ശക്തമായി കൃത്യമായി തന്നെ ഹൈക്കോടതി മോണിറ്ററിംഗിൽ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾക്ക് കോൺഗ്രസ് മറുപടി പറഞ്ഞേ പറ്റൂ. ഓക്കെ, താങ്ക് യു ശ്രീ അരുൺകുമാർ ഈ അവസരത്തിൽ സംസാരിച്ചതിന്. ഇപ്പോൾ ഷീജ ഒരിക്കൽ കൂടി എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, ഇത് വലിയ കണക്ഷനാണ്. അടൂർ പ്രകാശ്, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ. ഓക്കെ, ഞാൻ ഷീജയിലേക്ക് വരാം. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ എ സജീവൻ കൂടി ചേരുകയാണ്. ശ്രീ എ സജീവൻ, ഇതാ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു SIT. ഹൈക്കോടതി നിയോഗിച്ച, ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന SIT അന്വേഷണ സംഘം ഇപ്പോഴിതാ ചോദ്യം ചെയ്യുകയാണ് അടൂർ പ്രകാശിനെ. ഇനി എന്ത് പറഞ്ഞു നിൽക്കും കോൺഗ്രസ്? അവരുടെ പ്രതിരോധം ദുർബലമാകുമോ? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ പ്രതിരോധം ദുർബലമാകുന്ന എന്ന് തെളിയിക്കുന്നത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പേ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണം. അപ്പൊ അതായത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെട്ടു. അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞ് ഇത്തരത്തില് വലിയ വൈരുദ്ധ്യമില്ലേ ശ്രീ സജീവൻ? ഈ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടാണല്ലോ അവർ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നത്. ആ ചിത്രം എന്തായിരുന്നു? അത് ഭീമ ഗോൾഡ് നൽകിയ ഒരു ചടങ്ങിലെ ചിത്രമായിരുന്നു, പൊതുചടങ്ങായിരുന്നു. അതെ, ഞാൻ അതാണ് പറഞ്ഞത്. കാരണം അതിന് മുൻകൂർ ജാമ്യം എടുക്കലാണ്. കാരണം അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ അവർക്ക് പോലും ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് അവർ മുൻകൂർ ജാമ്യം എന്നുള്ള എനിക്ക് എന്നാ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണമെന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അടൂർ പ്രകാശിന് അത്ര എളുപ്പത്തിൽ കടന്നു ചെല്ലാവുന്ന ഒരു സ്ഥലമല്ല നമ്പർ 10 ജനപത്ത്. നമുക്കറിയാവുന്നതാണ്. വളരെ സെക്യൂരിറ്റിയുള്ള സോണിയാഗാന്ധി പ്രത്യേകിച്ച് ആ കാലത്ത് കുറെ കൂടി പ്രതാപശാലിയായിരുന്ന കാലത്താണ്. അപ്പോൾ എളുപ്പത്തിലൊന്നും കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോകാൻ പറ്റില്ല. അടൂർ പ്രകാശ് അത്രയും ഉന്നതനായിട്ടുള്ള, അപ്പം കരുണാകരനെ പോലെയോ ആന്റണിയെ പോലെയോ ആ ഒരു അത്രയും സമശീർഷനായിട്ടുള്ള ഒരാളായിരുന്നില്ല, ആളല്ല, ഇപ്പോഴും അല്ല അടൂർ പ്രകാശ്. അപ്പൊ അടൂർ പ്രകാശ് അവിടെ പോകുന്നു മാത്രമല്ല പോറ്റിയെ കൊണ്ടുപോകുന്നു, ഇങ്ങനെ ഈ സമ്മാനങ്ങൾ കൊടുക്കുന്നു. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ട് എന്താണ് എന്നുള്ള സംശയം സ്വാഭാവികമാണ്. മാത്രമല്ല പോറ്റിയെ പോലൊരാള്, അദ്ദേഹത്തിന് ഒരു ദേശീയ പുരസ്കാരം കിട്ടിയ ആളോ അല്ലെങ്കിൽ അങ്ങനെ രാജ്യം ആദരിക്കേണ്ട ഒരാളൊന്നുമല്ലല്ലോ. അതൊരു സാധാരണ ഒരു നമുക്കൊരു ആത്മീയ നേതാവെന്ന് പോലും പറയാൻ പറ്റാത്ത. കോൺഗ്രസുകാർക്ക് ആദരിക്കേണ്ട എന്തോ പോറ്റിയിലുണ്ട് എന്നൊരു സംശയം വന്നാൽ അതിൽ തെറ്റു പറയാൻ പറ്റുമോ? ഇല്ല, അതാണ് ഇപ്പൊ കാരണം. ഈ പോറ്റി എന്തിനവിടെ കൊണ്ടുപോകുന്നു? ഞാൻ അതുകൊണ്ടാണ് പോറ്റി വളരെ ആദരണീയനായിട്ടുള്ള അദ്ദേഹം ഇപ്പം പോട്ടെ ഈ ഒരു വളരെ ഉന്നതനായിട്ടുള്ള ആത്മീയ നേതാവാണെങ്കിൽ, ഒരു സമുദായ പ്രസ്ഥാനത്തിന്റെ നേതാവാണെങ്കിൽ അവരെ കൊണ്ടുപോയി ആ സമുദായത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റും. ഇത് അതല്ലല്ലോ.
ഈ പോറ്റി എന്ന് പറയുന്നത് ഒരു കീഴ്ശാന്തി പോലും അല്ല. ഈ ശബരിമല തന്ത്രിയുടെ ഒരു അസ്മാദി എന്ന് പറയാവുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കൈക്കാരനായിട്ടുള്ള ഒരാളായിട്ടാണ് അവിടെ ഉള്ളത്. ബാക്കി അദ്ദേഹം നടത്തിയുള്ള കാര്യങ്ങളൊക്കെ വേറെ. അപ്പം അങ്ങനെയുള്ള ഒരാളെ അവിടേക്ക് കൊണ്ടുപോകുന്നു, സമ്മാനം കൊടുപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ നമ്മൾ തീർച്ചയായിട്ടും SITക്ക് അദ്ദേഹത്തിൽ നിന്ന് ചോദ്യം ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ആരോപിക്കാവുന്ന SIT എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കോൺഗ്രസ്സുകാർ കുറെ കൂടി രക്ഷപ്പെടാൻ. മറുപടി ഹൈക്കോടതി ഓരോ ദിവസവും നൽകുന്നുണ്ടല്ലോ. അതെ, കോടതി വളർക്കും. ഇത് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള, വളരെ കൃത്യമായിട്ടും കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണ സംഘമാണ്. അപ്പൊ കോടതിയെ കബളിപ്പിച്ചുകൊണ്ട് എന്നാൽ ബലം കൊടുക്കാൻ വേണ്ടി ഇപ്പുറത്തേക്ക് രണ്ടുപേരെ കൂടി ചോദ്യം ചെയ്യാന്ന് പറഞ്ഞ് കാര്യങ്ങൾ നീക്കിയാൽ കോടതിയുടെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള ശാസന കിട്ടുമെന്നുള്ള കാര്യം SITക്ക് അറിയാം. അപ്പൊ അവർക്ക് അടൂർ പ്രകാശിനെ പോലെയുള്ള UDFന്റെ കൺവീനറായിട്ടുള്ള ഒരാളെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടും എന്തെല്ലാമോ തെളിവുകൾ അവരുടെ കയ്യിലുണ്ടെന്നാണ് നമുക്ക് വിശ്വസിക്കാവുന്നത്. കാരണം ഒരു കാര്യം അതൊരു പഴുതടച്ച നീക്കം തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കോടതിയുടെ നിരീക്ഷണം, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ളതാണ്. ചെറിയ ഡീവിയേഷൻ, ചെറിയ മന്ദഗതിയിലേക്ക് അന്വേഷണം മന്ദഗതിയിൽ പോകുമ്പോൾ പോലും കോടതി എത്ര രൂക്ഷമായിട്ടാണ് വിമർശിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അപ്പൊ അത് വളരെ കൃത്യമായിട്ടും അതിൽ കോടതിയുടെ മേൽനോട്ടം വളരെ കർക്കശമാണ്. എനിക്ക് തോന്നുന്നില്ല മറ്റൊരു കേസ് ഇതിനെ ഉദാഹരണമായിട്ട് പറയാവുന്നതില്ല. കാരണം അത് കോടതി തന്നെ പറയുന്നുണ്ടല്ലോ, ഇത് ഏതെങ്കിലും പെറ്റി കേസോ പോക്കറ്റ് കേസോ അല്ല, ഇത് പല ഭാരങ്ങളുള്ള കേസാണ്, വളരെ സങ്കീർണമായ കേസാണെന്ന് കോടതി പറയുന്നുണ്ട്. ചോദിക്കട്ടെ, അതായത് ഈ അയ്യപ്പ സംഗമം പൊളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം രംഗപ്രവേശനം ചെയ്യുന്നത്. പക്ഷേ ആ സമയം കോൺഗ്രസുകാർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ VD സതീശൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുമോ ഈ പോറ്റി നാളെ ബുമറാങ്ങായി സ്വന്തം പാളയത്തിലേക്ക് 10th ജനപഥിലേക്ക് വന്നുവരെ കയറിപ്പോകുന്ന തരത്തിലൊരു അവസ്ഥ ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാകുമോ? താങ്കൾ പറഞ്ഞത് നന്നായി. കാരണം അയ്യപ്പ സംഗമത്തിന്റെ ആ ഘട്ടത്തിലാണ് പോറ്റി ഈ ഒരു കാര്യവുമായിട്ട് ഇത്തരം ഒരു സ്വർണ്ണമോഷണം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഉള്ള കാര്യമായിട്ടൊരു ചർച്ചയിൽ വരുന്നത്. അന്ന് ആ ചർച്ചയിൽ ഞാനുണ്ട്. അന്ന് താങ്കൾ പറഞ്ഞ പോലെ ആ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധി ഉൾപ്പെടെ പറഞ്ഞ് പോറ്റിയെ പോലുള്ള ഒരാളെ നമ്മൾ വിശ്വസിക്കണം. അദ്ദേഹം പറയും എനിക്ക് പരാതി ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ പരാതിക്കാരനല്ല എന്നാണ് അന്ന് പോറ്റി പറഞ്ഞത്. അപ്പൊ ഇവരെല്ലാവരും പോറ്റിയെ പോലുള്ള ഒരു വളരെ ആദരണീയനായിട്ടുള്ള ഒരാൾ പറയുമ്പോൾ നമ്മളത് അംഗീകരിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ തരത്തിൽ പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാനാണ് ആദ്യമായിട്ട് ഈ പോറ്റിക്കെതിരെയുള്ള നീക്കം നടത്തിയത്. പോറ്റിയെ പോലെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സംശയിക്കണമെന്ന് ആദ്യം പറഞ്ഞ ആളാണ്. അത് സ്വാഭാവികമാണ്. കുറെ കഴിഞ്ഞപ്പോൾ അത് രീതിയിലേക്ക് വന്നു. അപ്പൊ പോറ്റിയെ സംരക്ഷിക്കാനായിരുന്നു അന്ന് ആ ചർച്ചയിൽ പോലും ഈ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ശ്രമിച്ചത്. മാത്രമല്ല കോൺഗ്രസ് നേതാക്കന്മാർ പോലും പോറ്റി ഒരു വലിയ ബിംബമാണ്, അയ്യപ്പനേക്കാൾ വലിയൊരു ബിംബമാണ് എന്ന് കാണിക്കുന്ന രൂപത്തിലേക്കാണ് ഇവരൊക്കെ കൊണ്ടുപോയിരുന്നത്. പിന്നീട്